ഡിസംബർ മാസത്തിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന പല സിനിമകളും റിലീസാവുന്ന സമയമാണ്. നാളെ ഡിസംബർ 5 ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന മാസവും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഡിസംബർ 5 പല സിനിമകളും എടുക്കുന്നുണ്ട്. പല ട്രോളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സിനിമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്ന ട്രോളുകളൊക്കെ. ഗൂഢാലോചന എന്ന സിനിമയിൽ ഹരീഷ് കണാറിന് ഒരു ബാങ്കിൽ കുറച്ച് ലോൺ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ട്രോളൊക്കെ വൈറലാവുകയാണ്. സത്യമാണ് കേട്ടോ, അത് അതിനകത്ത് ഒരു കള്ളവുമില്ല. അങ്ങനെയുള്ള ട്രോളുകളൊക്കെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം നാളെ ഒരു പറ്റം സിനിമകളാണ് റിലീസ് ചെയ്യാൻ എത്തുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അതിൽ ഓരോ സിനിമകൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്താം. ഡിസംബർ 5 നിങ്ങൾ സിനിമാ പ്രേമികളാണെങ്കിൽ തീർച്ചയായും മിസ് ഔട്ട് ചെയ്യരുത് ഈ ലിസ്റ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള പല സിനിമകളും ഉണ്ടാകും എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പോകുന്നത് മമ്മൂക്ക ചിത്രമായ കളങ്കാവലിലേക്കാണ്. യെസ്, നവംബർ 27 റിലീസ് പ്ലാൻ ചെയ്തു. പിന്നീട് അതിനുശേഷം ഡിസംബർ 5 റിലീസ് ഫിക്സ് ചെയ്ത ജിതിൻ കെ ജോസ് എന്ന നവാഗതന സംവിധാനം ചെയ്ത മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കളങ്കാവൽ എന്ന സിനിമ നാളെ റിലീസിന് ഒരുങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് സിനിമാ പ്രേമികൾ ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഒരു പുതിയ അവതാർ ഈ സിനിമയിൽ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മമ്മൂട്ടി വില്ലനായി എത്തുന്ന ഒരു സിനിമയും കൂടിയാണിത്. നായകൻ വിനായകനാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും മമ്മൂട്ടി എന്ന നടൻ്റെ വില്ലനിസം? നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്, ബട്ട് സ്റ്റിൽ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു വില്ലനിസം കാണാൻ കഴിയുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും ഇത്. ഇപ്പോൾ പല പടങ്ങൾ പണ്ട് തൊട്ടെടുത്ത് നോക്കി നമുക്ക് ലേറ്റസ്റ്റ് ഒരു മുന്നറിയിപ്പ് വരെയൊക്കെ എടുത്ത് നോക്കാൻ കഴിയുന്ന മമ്മൂട്ടീസ് വില്ലനിസം ഉണ്ടല്ലോ. ഇപ്പം പുഴു പോലൊരു സിനിമയായാലും ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ് മമ്മൂക്കയെ കാണാൻ കഴിയുന്നത്. ഇതിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയായിട്ട് മാറുന്നത്. കളങ്കാവൽ ഭയങ്കര ഹൈലി ആയിട്ട് നിൽക്കുന്നതാണ്. മമ്മൂട്ടി സിനിമകളിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയും കൂടിയായിട്ടാണ് കളങ്കാവൽ മാറുന്നത്. പല തിയേറ്ററുകളിലും ആദ്യ ഷോ ഹൗസ്ഫുള്ളിലേക്ക് അടുക്കുന്നു. അങ്ങനെ നാളെയാണ് ചിത്രത്തിൻ്റെ റിലീസ്. പലരും എന്തായിരിക്കും ആദ്യത്തെ ഷോ കഴിഞ്ഞുള്ള ഒപ്പീനിയൻ എന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ബട്ട് മിസ് ഔട്ട് ചെയ്യേണ്ട ഒരു വലിയ ഗ്യാരണ്ടി തന്നെയാണ് ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നുള്ളതാണ് കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയേണ്ടത്. മറ്റൊരു സിനിമ ബോയപതി ശ്രീനു നന്ദമുരി ബാലകൃഷ്ണ കോമ്പിനേഷനിൽ വരുന്ന അഖണ്ഡ 2 ആണ്. അഖണ്ഡ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് മലയാളികൾ അത്രയും അങ്ങോട്ട് സ്വീകരിച്ചില്ല. പക്ഷെ പിന്നീട് ഈ അഖണ്ഡ കണ്ട പ്രേക്ഷകർ അഖണ്ഡ ഫാൻസായി മാറി, നന്ദമുരി ബാലകൃഷ്ണ ആരാധകരായി മാറി. ഒരുപക്ഷെ മലയാളികളിൽ പലരും ബാലയ്യയുടെ ആരാധകരായി മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അഖണ്ഡ എന്ന സിനിമയും കൂടിയായിരുന്നു. മുന്നത്തെ സിനിമകളൊക്കെ തന്നെ ബാലയ്യയെ ട്രോളാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ അഖണ്ഡയാണ് കുറച്ചുകൂടെ ഒരു മാറ്റ്. ശ്രീരാമരാജ്യത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഗംഭീരമായ പ്രകടനമായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഡാൻസ്, കോമാളി വേഷങ്ങൾ എന്നൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നത് അഖണ്ഡ ഒന്ന് മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ സിനിമയുടെ 2ാം ഭാഗമാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ ഓവർ ദ ടോപ്പാണ്. ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ലോജിക്കൊക്കെ നിങ്ങൾ തിയേറ്ററിന് വെളിയിൽ വെച്ചിട്ട് മാത്രം ഈ സിനിമ കാണാൻ നിൽക്കുക എന്നത് ക്ലീനായിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയായിരിക്കും ഈ സിനിമ ഡീൽ ചെയ്യുക എന്നതും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അഖണ്ഡ എന്താകും എന്നതിനെ സംബന്ധിച്ചും ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടറിയേണ്ട സിനിമകളാണ് കേട്ടോ. പ്രത്യേകിച്ച് കുറച്ച് തെലുഗു ആരാധകർ ജയ് ബാലയ്യ ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ദയവ് ഇതിനകത്ത് ലോജിക്ക് മുറിക്കാനോ കീറി മുറിക്കാനോ വരരുത്. ഇതൊക്കെ നോ ലോജിക് സിനിമകളാണെന്നുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സിനിമകളിലൊക്കെ ലോജിക്ക് കണ്ടുപിടിക്കാൻ പോയ നിങ്ങളെ വേണം ആദ്യം പറയാൻ എന്നത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോകുന്നു, വിച്ച് ഇസ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി എത്തുന്ന സിനിമയാണ് ദുരന്തർ. ഉറി എന്ന സിനിമയ്ക്ക് ശേഷം അതേ സംവിധായകൻ രണ്ടാമത് വരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ ദുരന്തറിൻ്റെ മേലുണ്ട്. 3 മണിക്കൂർ 30 മിനിറ്റ് ആട്ടോ ഈ ദുരന്തറിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ആനിമൽ എന്ന സിനിമയെക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്. സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത് രൺബീർ കപൂർ നായകനായ ആനിമലിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സിനിമ ഏകദേശം 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് കടത്തി വെട്ടിക്കൊണ്ട് ഒരു 10 മിനിറ്റ് കൂടുതൽ രൺവീർ സിംഗ് 3 മണിക്കൂർ 30 മിനിറ്റുമായിട്ടാണ് ദുരന്തർ എത്തുന്നത്. ഏകദേശം 4 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ട്രെയിലർ ഭയങ്കര വൈറലായിരുന്നു. നമുക്കിടയിൽ തന്നെ ഭയങ്കര ചർച്ചയായ ഒരു ട്രെയിലറിനും കൂടിയാണ് ദുരന്തർ. അപ്പോൾ ദുരന്തറിന് വേണ്ടിയിട്ട് എത്ര പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നുള്ളത് നോക്കുക. നാളെയാണ് റിലീസ്. നാളെയാണ്. ഓക്കെ, അടുത്ത സിനിമകൾ നമ്മൾ കുറച്ച് മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും ശ്രീനാഥ് ഭാസിയുടെ 2 സിനിമകളാണ് നാളെ റിലീസിനെത്തുന്നത്. അത് ശ്രീനാഥ് ഭാസി പ്രധാന വേഷത്തിലെത്തുന്ന ബാബുരാജും സൂര്യകൃഷ്ണനും ഒക്കെ പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയാണ് പൊങ്കാല. വാമൻ എന്ന സിനിമയ്ക്ക് ശേഷം ബിൽ എന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൊങ്കാല. വലിയ പ്രതീക്ഷകൾ അങ്ങനെയല്ല, പക്ഷേ ആ സിനിമയ്ക്ക് ഒരു 12 ഫൈറ്റ് 5 പാട്ടുകളൊക്കെ അണിനിരത്തിയ ഒരു സിനിമയാണ് പൊങ്കാല. ഒരു റോ ഗുണ്ടാ പടം ആയിരിക്കും എന്നുള്ളതാണ് ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷകൾ. അത്യാവശ്യം ഹ്യൂമർ, കുറച്ച് റൊമാൻസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമയായിരിക്കാം. അത് നാളെയാണ് റിലീസിനെത്തുന്നത്. ബാസിയുടെ 2ാമത്തെ സിനിമ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഖജുറാവോ ഡ്രീംസ് എന്നാണ് സിനിമയുടെ പേര്. അതിഥി രവി, ശ്രീനാഥ് ഭാസി, ഷറഫുദ്ദീൻ, അർജുൻ അശോകൻ, ധ്രുവൻ അങ്ങനെ തുടങ്ങിയ താരനിര അണിനിരക്കുന്ന സിനിമയാണ് ഖജുറാവോ ഡ്രീംസും നാളെയാണ് റിലീസിനെത്തുന്ന ഒരു സിനിമ.
അതിനുശേഷം വരുന്ന 2 സിനിമകൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സിനിമ, ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തി CBFC A സർട്ടിഫിക്കറ്റ് നൽകിയ ധീരം എന്ന സിനിമയാണ്. സാഗർ സൂര്യയും ദിവ്യ പിള്ളയും റെബ ജോണും ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ധീരത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ കുറച്ച് നാളുകളായി അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പലയിടത്തായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ തന്നെ അവരെല്ലായിടത്തും ചെന്ന് ധീരം വരാൻ പോവാണ് എന്നത് അവരെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ പക്കയായിട്ട് നടത്തിയ ഒരു സിനിമയും കൂടിയായിട്ടാണ് ഞാൻ ധീരത്തെ വിലയിരുത്തുന്നത്. എല്ലായിടത്തും പോയി പല കോളേജുകളും വിസിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം അവർ ട്രെൻഡിങ്ങായി കൊണ്ട് നിൽക്കുകയാണ്. ധീരമാണ് മറ്റൊരു സിനിമയായിട്ട് വരുന്നത്. ദ റൈഡ് എന്നതാണ് മറ്റൊരു സിനിമ. പ്രശാന്ത് മുരളിയും ശ്രീകാന്ത് മുരളിയും ഒക്കെ തന്നെ പ്രധാന വേഷങ്ങൾ എത്തുന്ന സിനിമയാണ്. സുധി കോപ്പയൊക്കെ പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമയാണ് ദ റൈഡ്. നവാഗതരാണ് ഈ ടീമിന് പിന്നിലുള്ളത്. ദ റൈഡും നാളെയാണ് റിലീസിനെത്തുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ മാത്രം റിലീസിനെത്തുന്ന സിനിമകൾ തന്നെ ഏകദേശം ഒരു 7 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാശൊക്കെ കൂട്ടി വെച്ചോ. കാരണം ഈ മാസം പിന്നീട് ഇനി ഒരു ലോഡ് പടങ്ങളാണ് വരാൻ പോകുന്നത്. 12-ാം തീയതി ഒരു ലോഡ് പടം കാർത്തിയുടെ വാവാത്തിയർ ഉൾപ്പെടെ സിനിമ വരുന്നുണ്ട്. 18-ാം തീയതി ബബ്ബ, 19-ാം തീയതി അവതാർ, 25-ാം തീയതി സർവമായ, അങ്ങനെ ഒരു ലോഡ് പടങ്ങൾ, വൃഷഭയും വരുന്നുണ്ട്. അങ്ങനെ ഒരു ലോഡ് സിനിമകളാണ് ഈ മാസം മാത്രം വരാനിരിക്കുന്നത്. അതിനൊരു ചെറിയ തുടക്കമായിട്ടാണ് അവർ ഡിസംബർ 5-ാം തീയതി ഇത്രയധികം സിനിമകൾ നമ്മൾ തേടിയെത്തുന്നത്.